ഹലോ കൂട്ടുകാരെ. അങ്ങനെ മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബബിത കരഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ അലീനെ കാണുന്നുണ്ട്. അപ്പം അലീന ചോദിക്കുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ സാറിൻ്റെ അടുത്തോട്ട് പോകണ്ടാന്ന്. സാറിൻ്റെ മാനസികാവസ്ഥ ഇപ്പം ശരിയല്ല. എപ്പോഴാണ് ദേഷ്യം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഈ സമയത്ത് സാറിന് കൂടുതൽ ദേഷ്യം പിടിപ്പിക്കല്ല വേണ്ടത്. അതെന്താ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവാത്തേ? ഇത് കേൾക്കുമ്പോൾ ബബിത അലീനോട് ചൂടാവുന്നുണ്ട് കേട്ടോ. മതിയടി, ഇതിനെല്ലാം കാരണം നീയാ. നീ ഞങ്ങളുടെ അച്ഛനെ എന്തൊക്കെയോ പറഞ്ഞ് വശത്താക്കി വെച്ചിരിക്കുക. നീ കാരണമാണ് ഞങ്ങളുടെ അച്ഛനും അമ്മയും രണ്ട് സൈഡിലായി നിൽക്കുന്നത്. നിനക്ക് പൊയ്ക്കൂടെ എവിടെ നിന്ന്? അപ്പം അലീന പറയുന്നുണ്ട് കേട്ടോ, ഞാനല്ല നിങ്ങളുടെ അച്ഛനും അമ്മയും അകന്ന് നിൽക്കാൻ കാരണം. അവർക്കിടയിലുള്ള വഴക്ക് തീരണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ വിട്ടുകൊടുക്കാൻ തയ്യാറാവണം. സാർ എന്തായാലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. മേടെങ്കിലും അതൊന്ന് മനസ്സിലാക്കി പെരുമാറണ്ടേ? അതുമില്ല. എന്നിട്ടും കുറ്റം മുഴുവൻ ഇരിക്കും. ഇവിടെ കഥയറിയാതെ ആട്ടം കാണുന്നത് നിങ്ങൾ മൂന്ന് മക്കളാണ്. ഇവിടെ ആരുടെ ഭാഗത്താ ശരി, ആരുടെ ഭാഗത്താ തെറ്റെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്ത് പ്രശ്നം വന്നാലും അച്ഛനെ ഒറ്റപ്പെടുത്തി അമ്മയുടെ കൂടെ നിന്നിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയൊന്നും ഈ വഴക്ക് അവസാനിക്കത്തില്ല. ഈ വഴക്ക് അവസാനിക്കണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അച്ഛൻ്റെ കൂടെ നിൽക്കണം. എന്നിട്ട് അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റൂ. അപ്പോൾ ബബിത പറയുന്നുണ്ട്, മതിയടി, നിന്റെ ഉപദേശത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ പറഞ്ഞ് ബബിത പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന മുകളിലേക്ക് കയറി പോകുന്നുണ്ട് ബാലേന്ദ്രൻ്റെ റൂമിലേക്ക്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നെ എത്ര നേരമായി വിളിക്കുന്നു, നീ എന്താ വരാഞ്ഞേ? അപ്പോൾ അലീന പറയുന്നുണ്ട്, അത് പിന്നെ ബബിത വന്നായിരുന്നല്ലോ, അവളോട് പറയായിരുന്നില്ലേ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അത് ഞാൻ ബബിതേനല്ലല്ലോ വിളിച്ചേ, നിന്നെയല്ലേ. അവൾ തടഞ്ഞോ നിന്നെ? അപ്പം അലീനൊന്നും മിണ്ടുന്നില്ല കേട്ടാ. എനിക്കറിയാം അവൾ തടഞ്ഞു കാണും. അതിനുള്ളത് അവൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നല്ല കൊഴുക്കട്ട ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവളോട്. എൻ്റെ മക്കൾക്കേ തിന്നേ ശീലമുള്ളൂ. ഒന്നുണ്ടാക്കി പഠിക്കട്ടെ, അങ്ങനെയല്ലേ വേണ്ടത്? അപ്പം അലീന ചോദിക്കുന്നുണ്ട്, എന്തിനാ സർ മക്കളോട് ദേഷ്യം കാണിക്കുന്നേ? സത്യം പറഞ്ഞാൽ അവരാണ് നിങ്ങൾക്കിടയിൽ കിടന്ന് നീറുന്നത്. ഇപ്പോൾ അവർക്ക് നല്ല ശ്രദ്ധ കിട്ടേണ്ട സമയമായത്. അവരുടെ പ്രായം അതാ. തെറ്റിലേക്ക് പോവാതെ നേർവഴി കാണിച്ചു കൊടുക്കേണ്ടത് അച്ഛനമ്മയാണ്. ആ അച്ഛനമ്മയും ഇപ്പോൾ രണ്ട് വഴിയായിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെ പോയാൽ അവരെല്ലാം പല വഴിക്ക് പോവും. പിന്നെ ഈ കുടുംബം ഉണ്ടാവില്ല. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാനിപ്പോൾ അതേപ്പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല അലീന. എന്ത് കുടുംബം, എന്ത് മക്കൾ? കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ചൊരു മനുഷ്യനായിരുന്നു ഞാൻ. ആ എന്നെ എല്ലാവരും കൂടി ചതിച്ചു. എൻ്റെ ഭാര്യ വൈജയന്തി അതിവിദഗ്ധമായി തന്നെ എന്നെ കൗളിപ്പിച്ചു. പിന്നെ എൻ്റെ മക്കൾ, അവർ വേറെ വഴിക്ക് എന്നെ കൗളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനേറെ പറയുന്നു, എനിക്കിപ്പോൾ സാരോപദേശം തന്നുകൊണ്ടിരിക്കുന്ന നീ പോലും എന്നെ പറ്റിച്ചിട്ടില്ലേ? എന്നോട് കള്ളം പറഞ്ഞിട്ടില്ലേ? ഒന്നും മനസ്സിലാവാതെയല്ല ഞാനിവിടെ ഇരിക്കുന്നത്. പലതും മനസ്സിലാക്കി തന്നെയാണ് ഞാൻ നിന്നോട് ഓരോന്ന് ചോദിക്കുന്നതും. എത്ര നാൾ നിനക്ക് കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാനാവും? ഇതൊക്കെ കേട്ടിട്ട് അലീന ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ. ബാലേന്ദ്രൻ എന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലായി. എന്നിട്ട് ബാലേന്ദ്രൻ ആ കോൾ റെക്കോർഡിംഗ് കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അലീനയ്ക്ക്. അതിൽ തൻ്റെയും രേവതിക്കുട്ടിയുടെയും സംഭാഷണം കേട്ടിട്ട് ആകെ ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ട് കേട്ടോ അലീന. അലീനയ്ക്ക് എന്താ പറയണ്ടേന്ന് അറിയണില്ല. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇനി പറ, വൈജയന്തി ആരാ നിൻ്റെ? ഇത് കേട്ടതും അലീന പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. എന്നോട് ക്ഷമിക്കണം സർ, ഞാനിതൊന്നും പറയാൻ ആഗ്രഹിച്ച് വന്നവളല്ല. എല്ലാവരെയും ഒരു നോക്ക് കാണണം, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ കരയണ്ട. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല ഞാനിതറിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. നീ എന്നോട് തുറന്ന് പറയുന്നു കരുതി. പക്ഷേ അങ്ങനൊന്നും ഉണ്ടായില്ല. അത് കേട്ടതും അലീന ബാലേന്ദ്രൻ്റെ കാലിൽ വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്താ ഇത്? മതി കരഞ്ഞത്, കണ്ണു തുടക്കി. നീ എന്തിനാ കരയുന്നത്? അതിന് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. തെറ്റ് ചെയ്തവരൊക്കെ ഇപ്പോഴും അഹങ്കരിച്ച് നടക്കല്ലേ? സത്യം പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും വഞ്ചിക്കപ്പെട്ടവരാ. നമ്മളെ വഞ്ചിച്ചവർ ഇപ്പോഴും മാന്യന്മാരായിട്ട് നടക്കുക. അവർക്ക് ഇത്രയെങ്കിലും ഒരു ശിക്ഷ കൊടുക്കണ്ടേ? നീ വിഷമിക്കണ്ട, നിന്നോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, നിനക്ക് നിൻ്റെ അച്ഛനെ പറ്റി അറിയോ? അതും പറഞ്ഞു തന്നിട്ടുണ്ടോ നിൻ്റെ ബ്രിജിത്താമ്മ? അപ്പോൾ അലീന കണ്ണീരൊക്കെ തുടച്ച് പറയുന്നുണ്ട് കേട്ടോ. ഇല്ല, ബ്രിജിത്താമ്മയ്ക്ക് അമ്മേനെക്കുറിച്ച് മാത്രമേ അറിയൂ. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിനക്കറിയണ്ടേ നിൻ്റെ അച്ഛനെ പറ്റി? അപ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛൻ ആരാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഗംഗാധര മേനോൻ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പട്ടാളക്കാരനാണെന്ന് മുത്തശ്ശി പറഞ്ഞറിയാം എനിക്ക്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മുത്തശ്ശിയോ?
അപ്പം മുത്തശ്ശിക്ക് അറിയോ നീ കൊച്ചുമോളാണെന്ന്? അയ്യോ ഇല്ല, മുത്തശ്ശിക്ക് അതൊന്നും അറിയില്ല. ഞാൻ മേഡത്തിൻ്റെ അല്ല അമ്മയുടെ പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓരോന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശിയുടെ വായിൽ നിന്ന് വീണതാ. ആഗ്രയിലായിരുന്ന സമയത്ത് അമ്മയ്ക്ക് അങ്ങനെ ഒരു പ്രേമം ഉണ്ടായിരുന്നു എന്ന്. അതിൽ കൂടുതലൊന്നും മുത്തശ്ശി എന്നോട് പറഞ്ഞില്ല. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അമ്പടി കൊള്ളാലോ നീ, അത്രയൊക്കെ നീ ചൂഴ്ന്നെടുത്തൂലേ. എന്നാ കേട്ടോ, സ്റ്റാൻലി എന്നാ നിൻ്റെ അച്ഛൻ്റെ പേര്. ആളൊരു ക്രിസ്ത്യാനിയാ. കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കും അറിഞ്ഞൂടാ. ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. സ്റ്റാൻലി, എൻ്റെ അച്ഛൻ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അലീന സ്റ്റാൻലി, കൊള്ളാവല്ലോ, കേൾക്കാനൊരു സുഖമൊക്കെ ഉണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അലീന സ്റ്റാൻലി, അലീന ബാലചന്ദ്രൻ, അതാ കേൾക്കാൻ കുറച്ചുകൂടി രസം. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് വേണോ ആ പേര്? അയ്യോ അതിന് ഞാൻ സാറിൻ്റെ മകളല്ലല്ലോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആ പേര് വേണമെന്നുണ്ടെങ്കിൽ നിനക്കെൻ്റെ മകളാവേണ്ടി വരും. അങ്ങനെ മകളായാൽ പിന്നെ എന്നെ അച്ഛനെന്ന് വിളിക്കേണ്ടി വരും. എന്തു പറയുന്നു? ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. സന്തോഷം കൊണ്ട് അലീനയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. എന്താ പറയണ്ടേന്ന് പോലും അലീനയ്ക്ക് അറിയുന്നില്ല. അലീനയാണെങ്കിൽ ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താ ആ പേര് വേണോ നിനക്ക്? വേണമെങ്കിൽ ഇപ്പോൾ പറയണം. അപ്പോൾ അലീന പറയുന്നുണ്ട്, ആ വേണം. എങ്കിൽ ഇന്നു മുതൽ നീ എന്നെ അച്ഛനെന്ന് വിളിച്ചു തുടങ്ങണം. അതിപ്പോൾ എൻ്റെ ഭാര്യയുടെ മുമ്പിലായാലും ശരി, എൻ്റെ മക്കളുടെ മുമ്പിലായാലും ശരി, ഇനി പുറത്തുള്ളവരുടെ മുമ്പിലായാലും ശരി, ഇന്നു മുതൽ ഞാൻ നിൻ്റെ അച്ഛനായിരിക്കും. സമ്മതാണോ നിനക്ക്? ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അയ്യോ മേഡം അറിഞ്ഞാൽ അതാർക്കും ഇഷ്ടമാവില്ല. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഒരു മേഡം, അതിനെക്കുറിച്ചൊന്നും നീ ആലോചിക്കണ്ട. നീ ഞാൻ പറഞ്ഞതനുസരിച്ചാൽ മതി. അഥവാ അവൾ എന്തെങ്കിലും പ്രശ്നമായിട്ട് വരികയാണെങ്കിൽ അത് ഞാൻ നോക്കിക്കോളാം. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്